സൗത്ത് കൊറിയയിലെ ഒരു സ്ത്രീയുടെ വീട്ടിൽ വച്ചിരിക്കുന്ന ബോധിധർമ്മൻ പ്രതിമയിൽ നിന്ന് രക്തം പോലൊരു ദ്രാവകം ഒലിച്ചിറങ്ങാൻ തുടങ്ങി. എത്ര വൃത്തിയാക്കിയിട്ടും വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ആരോ കൂടോത്രം ചെയ്തതാണ് എന്ന് ഭയന്ന ആ സ്ത്രീ വിചിത്രമായ കാര്യങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു TV ചാനലിനെ വിളിക്കുന്നു. ചാനലുകാർ വന്ന് പരിശോധിച്ച സമയത്ത് ശില്പത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചുവപ്പ് നിറമുള്ള ദ്രാവകത്തിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല എന്നും മരത്തിൽ കൊത്തിയെടുത്ത ആ പ്രതിമയുടെ ഉള്ളിൽ എന്തോ വിചിത്രമായ കാര്യമുണ്ട് എന്നും അവര് സംശയം പ്രകടിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പ്രതിമയ്ക്കുള്ളിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് റിസർച്ച് ലാബിലേക്ക് അയക്കുന്നു. ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പുറത്തു വരുന്നത്. ആ പ്രതിമ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മരത്തിൽ ധാരാളം ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ദ്വാരത്തിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത് ആ മരത്തിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചുവന്ന നിറത്തിലുള്ള പശയായിരുന്നു. പ്രതിമ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പല തവണ വെള്ളത്തിൽ മുക്കിയ സമയത്ത് മരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന പശ ഇളകി പുറത്തേക്ക് ഒലിച്ചിറങ്ങി വരുന്നതാണെന്നും അവര് കണ്ടെത്തുന്നു. പ്രതിമയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് രക്തമല്ല എന്നും അതിന് കാരണം കൂടോത്രമല്ല എന്നും മനസ്സിലായപ്പോഴാണ് ആ സ്ത്രീക്ക് സമാധാനമായത്.